അറേബ്യൻ മേഖലകളിൽ അമേരിക്കയുടെ സൈനികർക്കോ സൈനിക സംവിധാനത്തിനോ സുരക്ഷിതത്വമില്ല എന്ന് പെൻറ്റഗൺ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇസ്രായേലിലേക്ക് അറബ് രാജ്യങ്ങളിലുള്ള യുദ്ധ സാമഗ്രികളും സംവിധാനങ്ങളും കൂട്ടത്തോടു കൂടി മാറ്റുകയാണ്. തങ്ങളുടെ എല്ലാവിധ രഹസ്യങ്ങളും ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ളതും രഹസ്യമായി സൂക്ഷിക്കപ്പെട്ട പല സൈനിക ബേസുകളും ഇറാൻ്റെ മേഖലകളിൽ അല്ലെങ്കിൽ ഇറാൻ്റെ കൈവശത്തിൽ അത് കൃത്യതയോടുകൂടി എത്തിക്കാനുള്ള വ്യക്തികളോ അല്ലെ എത്തിക്കാനുള്ള സംവിധാനങ്ങളോ അവർക്കുണ്ട് എന്നുള്ളത് ഇപ്പോൾ അമേരിക്ക സമ്മതിച്ചിരിക്കുകയാണ്. അമേരിക്ക പരിചയപ്പെടുത്തിയ ഒരുപാട് സൈനിക ബേസ് അറേബ്യൻ മേഖലയിലുണ്ട്. എന്നാൽ അതല്ലാത്ത രഹസ്യമായ രീതിയിൽ ഭൂമിക്കടിയിൽ അണ്ടർഗ്രൗണ്ട് പോലെയുള്ള മേഖലകളിലോ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ടോ ആയുധങ്ങൾ സൂക്ഷിക്കുന്നതും രഹസ്യമായിരിക്കുന്ന പല സൈനികരെയും ഒളിപ്പിക്കുന്നതുമായിരിക്കുന്ന കേന്ദ്രങ്ങളും ഈ രാജ്യങ്ങളിലെല്ലാം കൃത്യമാണ് ഉണ്ട്. അതെല്ലാ സൈനിക ബേസുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു രഹസ്യ സങ്കേതങ്ങളുണ്ടാവും. ഈ സങ്കേതങ്ങളാണ് ചോർന്നു പോയത്. അത് ലഭിക്കുന്നത് ഇറാനാണ്. ഇറാൻ അത് ലഭിച്ചിട്ടുണ്ട് എന്ന് അമേരിക്കക്ക് മനസ്സിലാവാനുള്ള കാര്യം മാർച്ച് 2-ാം തീയതി ഒരു ആക്രമണം കുവൈറ്റിന് നേരെ നടത്തിയിരുന്നു, ബഹ്റൈന് നേരെ നടത്തിയിരുന്നു. ബഹ്റൈന് നേരെയല്ല ശരിക്കും നടന്നത്, ബഹ്റൈനിലുള്ള സൈനിക ബേസിൻ്റെ പുറത്ത് അവർ രഹസ്യമായി സൂക്ഷിക്കപ്പെട്ട കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തി. അതൊരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. 6 സൈനികർ ഒരേ സമയത്ത് കൊല്ലപ്പെട്ടു. ഇതോടുകൂടിയാണ് അമേരിക്ക മാറി ചിന്തിക്കുന്നത്. എന്താ ഇങ്ങനെ വരാനുള്ള കാരണം? ഇങ്ങനെ ഒരിക്കലും വരാൻ പാടില്ലല്ലോ, കാരണം അതീവ രഹസ്യമായിരിക്കുന്ന മേഖലയാണ്. അതിനിപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യം, ഏറെക്കുറെ ഗവൺമെൻറ് തലത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ അമേരിക്കക്ക് അനുഭാവം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ആ രാജ്യത്തിലെ ജനങ്ങൾ അമേരിക്കക്ക് വിരുദ്ധമാണ്, അല്ലെങ്കിൽ അമേരിക്കക്ക് എതിരാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പരമാവധി അമേരിക്കയുടെ സൈനികമായിരിക്കുന്ന സംവിധാനങ്ങളും അവരുടെ രഹസ്യ കേന്ദ്രങ്ങളും ചോർത്തിയെടുത്തുകൊണ്ട് ഇറാൻ്റെ ഏജന്റുമാർക്ക് നൽകുന്ന ഒരു പ്രവൃത്തി ഇപ്പോൾ അറബ് രാജ്യങ്ങളിലെ വംശജർ, അവിടുത്തെ പൗരന്മാർ ചെയ്യുന്നുണ്ട് എന്ന് അമേരിക്ക സംശയിക്കുന്നു. അതുകൊണ്ട് ഇനിയും അതൊരു സുരക്ഷിതമായിരിക്കുന്ന ഒരു മേഖലയായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ജോർദാനിൽ ആക്രമണം നടത്തി 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. ഒരാളെ കാണാതായിരിക്കുന്ന അമേരിക്കയുടെ സൈനികന്റെ മൃതദേഹം പിന്നീട് കണ്ടെത്തി. അപ്പോൾ 3 പേരായി. 11 പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 4 പേരുടെ നില ഗുരുതരമാണ്. അതിൽ ചില ആളുകളൊക്കെ അമേരിക്കയിലേക്ക് തന്നെ ചികിത്സാർത്ഥം കൊണ്ടുപോയിട്ടുണ്ട് എന്നും പറയുന്നു. ഏതായിരുന്നാലും അവരുടെ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷിതമല്ലെന്നും പല പ്രധാനികളായിരിക്കുന്ന സൈനിക മേധാവികളും ഇപ്പം നിലവിലെ ജോലി ആവശ്യമില്ല, ഒഴിവാക്കി തരണം, ഈ മേഖലയിലെ സർവീസ് ഒഴിവാക്കി തരണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട്. അറേബ്യൻ മേഖലയിലുള്ള സൈനിക ബേസിൽ നിന്ന് തങ്ങളെ മാറ്റി തങ്ങൾക്ക് ആഫ്രിക്കയിലേക്കോ യൂറോപ്പിലേക്കോ മറ്റേതെങ്കിലും ഭൂമിയിലേക്ക് നൽകിയാലും കുഴപ്പമില്ല എന്ന് പറയുന്നിടത്തേക്ക് ഇപ്പോൾ കാര്യമെത്തുന്നു. കാര്യം സുരക്ഷിതമല്ലാത്ത ഒരു ഇടമായിട്ട് മാറിയിരിക്കുന്നു എന്ന് ചുരുക്കം അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ്. ഇതെല്ലാം നോക്കുന്ന സമയത്ത് ഈ മേഖല സുരക്ഷിതമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ 17 യുദ്ധവിമാനങ്ങളെങ്കിലും ജോർദാനിൽ വെച്ച് ഇറാൻ തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. 12 എണ്ണം എന്നുള്ള ആദ്യത്തെ റിപ്പോർട്ട് പറഞ്ഞിരുന്നു. പിന്നീട് അത് 17 എണ്ണം എന്നാണ് പറയുന്നത്. F-35 എന്ന് പറയുന്ന 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമടക്കമുള്ള ഒരുപാട് സംവിധാനങ്ങൾ അതിലുണ്ട്. പിന്നീട് F-16 അതിൽ പറയുന്നുണ്ട്. യുദ്ധവിമാനങ്ങൾക്ക് പെട്രോൾ അടിക്കുന്ന എണ്ണ അടിക്കുന്ന വിമാനങ്ങളടക്കം തകർത്തിട്ടുണ്ട്. ഈ മേഖലയിലേക്ക് ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് അമേരിക്ക സമ്മതിക്കുന്നുണ്ട്. തങ്ങൾക്ക് അത് പ്രതിരോധിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്നാൽ ചില 1-2 വിമാനങ്ങൾക്ക് ചെറിയ ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും അവർ പറയുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ പറയാമെന്ന് പറഞ്ഞാൽ വലിയ സംഭവം തന്നെയാണ്. സാധാരണ ഇതിൽ അത്ര പോലും പറയാറില്ല, ഒന്നും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് പറയാം. അപ്പോൾ എന്നാൽ അവരുടെ ആന്തരികമായിരിക്കുന്ന ധൈര്യം ചോരുകയും അവരുടെ സർവ്വ മേഖലയും ചോർന്നു പോയതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് എന്തുണ്ടാവുന്നു, വലിയ വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു. ഇതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് നിലനിൽക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത്, ഇപ്പോഴത്തെ അവസ്ഥാസ്ഥിതികൾ വിലയിരുത്തുന്ന സമയത്ത് നമുക്കതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി പറ്റും. യഥാർത്ഥത്തിൽ അഥവാ മേഖല സുരക്ഷിതമല്ല. അത് അമേരിക്കയുടെ സൈനിക മേധാവികൾ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ബദൽ സംവിധാനം സ്വീകരിക്കണം. ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ തന്നെ ഒറ്റപ്പെട്ടെങ്കിലും ഇപ്പോൾ അമേരിക്കയോട് വിമുഖത കാണിക്കുന്നു, നിസ്സഹകരണം കാണിക്കുന്നു. മുൻപ് അങ്ങനെയൊന്നും ഇല്ലാത്തതാണ്. മാത്രമല്ല ചില കാര്യങ്ങളൊക്കെ അമേരിക്കയെ ചോദ്യം ചെയ്യുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്. തങ്ങളുടെ രാജ്യം നിങ്ങളാലെ വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അനുഭവിക്കുകയാണ്, അത് ഒഴിവാക്കി തരണം എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരുന്നു.
അങ്ങനെ പല തരത്തിലും പല രീതിയിലുമാണ് വ്യാഖ്യാനിക്കുന്നത്, അല്ലെങ്കിൽ പല തരത്തിലും പല രീതിയിലുമാണ് ഈ സംഭവങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് കൂട്ടത്തോട് കൂടിയിട്ട് അറേബ്യൻ മേഖലയിൽ നിന്ന് സൈനിക സംവിധാനത്തെ ഒഴിവാക്കുക. അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ അവർ മാർച്ച് മാസത്തോടു കൂടി അത് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ ഓരോരോ ഘട്ടമാക്കിയിട്ട് തിരിച്ച്, അതായത് യുദ്ധവിമാനത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ യുദ്ധവിമാനത്തിൽ കയറ്റിയിട്ട് ഇറക്കാൻ പറ്റുന്ന അത്രയും വസ്തുക്കൾ അതിൽ കൊണ്ടുവന്നു. പിന്നെ കപ്പൽ മാർഗം ഉപയോഗിക്കുന്നു, കരമാർഗം ഉപയോഗിക്കുന്നു. പല തരത്തിലും പല കോണിലും പല രീതിയിലും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് ചുരുക്കം. അതിൻ്റെ അർത്ഥം അറേബ്യൻ രാജ്യങ്ങളിൽ അമേരിക്ക സുരക്ഷിതരല്ല എന്നുള്ളത് ആവർത്തിച്ചുകൊണ്ട് മുജ്തബ അലി ഖംനായി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇറാൻ്റെ ആത്മീയ നേതാവ് പറയുന്ന കാര്യം, നിങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ല. അറേബ്യൻ രാജ്യങ്ങളിൽ നിങ്ങൾ സ്വസ്ഥമായി ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഈ കാര്യം അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വേറൊരു വിഷയം വന്നിരിക്കുന്നത്, അവരുടെ ഏറ്റവും വലിയ എയർപോർട്ടായിരിക്കുന്ന ബംഗൂരിയൻ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അമേരിക്ക ഈ സൈനിക ബേസ് സംവിധാനങ്ങളൊക്കെ സ്ഥാപിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്തുള്ള വിഷയം, ഒരു യുദ്ധമുഖത്തേക്ക് ഇസ്രായേലിനെ എത്തിക്കുന്ന ഒരു പ്രവൃത്തിയും കൂടി അമേരിക്ക ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ, ഇറാനുമായി നേരിട്ടൊരു യുദ്ധം നടത്താൻ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന് താല്പര്യമില്ല. അമേരിക്ക ആ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഇസ്രായേൽ പിന്തുണയ്ക്കുകയും ചെയ്യും. ആ തരത്തിലാണ്. അപ്പോൾ കേന്ദ്രീകൃത ബിന്ദു ഇസ്രായേൽ ആകുന്ന സമയത്ത് ഇറാൻ്റെ എല്ലാ തരത്തിലുള്ള ആക്രമണവും ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് വലിയ പ്രയാസം ഭാവിയിൽ ഉണ്ടാക്കും എന്നുള്ളതും വലിയ ഭയപ്പാടുണ്ടാക്കും എന്നുള്ളതും യഥാർത്ഥത്തിൽ ഇവർ കണക്ക് കൂട്ടുന്നു. അപ്പോൾ അതിൽ നിന്ന് അവർ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം, അതായത് ഇസ്രായേൽ പറയുന്ന കാര്യം, ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആയുധം ഇറക്കുന്നതും യുദ്ധ സംവിധാന കാര്യങ്ങൾ ഒരുക്കുന്നതും തങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതത്വത്തെ ബാധിക്കുന്നു. എന്നാൽ അമേരിക്കയുമായിട്ട് ഉടക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് താല്പര്യമില്ല. അത് നടത്തുന്നതിനോട് ഇസ്രായേലിന് യോജിപ്പുമില്ല. അതിൻ്റെ കാര്യം കൂടി അവർ പറയുന്നുണ്ട്. കാര്യം, ലോകത്ത് ഇപ്പോൾ ഇസ്രായേലിനെ പിന്തുണക്കുന്ന ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് അമേരിക്ക മാത്രമാണ്. അപ്പോൾ അമേരിക്കയുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു സംഘർഷാവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭാവിയിൽ സാരമായിട്ട് ബാധിക്കും. അത് ബാധിക്കുന്ന സമയത്ത് അതിൻ്റെ ഭാവിയെയും, ഇസ്രായേലിൻ്റെ ഭാവിയെ പോലും അത് ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും. അപ്പോൾ അത് എല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് അമേരിക്കയുമായിട്ട് ഇവർക്ക് ഉടക്കാനൊട്ട് സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ ഇവിടെ ആയുധ സംവിധാനങ്ങൾ ഇറക്കുന്നത് ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേലിനെ ഒന്നുകൂടി എത്തിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നവർ മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ 2-3 തലത്തിലേക്കാണ് ഇപ്പോഴത്തെ വിഷയങ്ങൾ പോകുന്നത് എന്നുകൂടി നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സാഹചര്യ അവസ്ഥകളെ വിലയിരുത്തുന്ന സമയത്ത്, അത് ഇസ്രായേൽ തന്നെ പറയുന്നുണ്ട്, ഈ സാഹചര്യ അവസ്ഥകളെ വിലയിരുത്തുന്ന സമയത്ത് യുദ്ധാവസാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അല്ല പറയുന്നത് അമേരിക്കയും. കാര്യം എന്ന് പറഞ്ഞാൽ, അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു വിജയം കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ഏതെങ്കിലും തരത്തിലൊരു യുദ്ധവിജയം ലോകത്തിന് കാണിച്ചു കൊടുക്കുക, അത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഒരിക്കലും നടക്കില്ല. കാരണം ഇറാനെ കീഴ്പ്പെടുത്തുക എന്നുള്ളത്, പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇത്തരം ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ ഇത്തരം ഒരു വിഷയം സങ്കീർണമായിരിക്കുന്ന പ്രശ്നത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഏത് തരത്തിലാണ് ഇനി മുന്നോട്ട് പോകുന്നത്, എവിടെയാണ് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് എന്നൊന്നും നിലവിൽ പറയാൻ പറ്റാത്തിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുകൂടി നമ്മൾക്ക് ഇതിനിടയിൽ കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇറാനെ പരാജയപ്പെടുത്തുക, ഇറാനെ കീഴ്പ്പെടുത്തുക, ഇതാണിപ്പോൾ ഉദ്ദേശ ലക്ഷ്യമായിട്ട് അമേരിക്ക ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും കാണുന്നത്. അവരുടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് തീർച്ചയായിട്ടും ഇറാൻ്റെ മേലുള്ള ഒരു ആധിപത്യം, അല്ലെങ്കിൽ ഇറാൻ്റെ ഒരു പരാജയം അവർക്ക് അനിവാര്യമാണ്. സൈനികപരമായിരിക്കുന്ന ശക്തി ക്ഷയിപ്പിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും നടക്കാത്ത രീതിയിലാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അമേരിക്ക ഇപ്പോൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് പതുക്കെ ഇസ്രായേലിലേക്ക് അറേബ്യൻ രാജ്യങ്ങളിലുള്ള സായുധ സംവിധാനങ്ങൾ എത്തിക്കുക. അങ്ങനെ തുറന്ന യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേലിൽ നിന്ന് നേരിട്ട് കൊണ്ട് ഇറാനെ ആക്രമിക്കുക എന്നുള്ളതും കൂടി അമേരിക്ക ലക്ഷ്യമാക്കുന്നു എന്നുകൂടി നമ്മൾക്ക് ഇതിൻ്റെ ഇടയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അഥവാ പ്രശ്ന പരിഹാരത്തെക്കുറിച്ചല്ല, ഏതെങ്കിലും തരത്തിലുള്ള ആധിപത്യ വിജയത്തെക്കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നു. അതിനെ ഇസ്രായേലിനെയും കൂടി കൂട്ടുപിടിക്കുന്നു. അങ്ങനെ ഈ ഒരു മേഖല ഒഴിവാക്കുകയാണെങ്കിൽ പുതിയൊരു മേഖല കണ്ടെത്തിക്കൊണ്ട് ആക്രമണ സ്വഭാവം കഠിനമാക്കുക എന്നുള്ളത് കൂടി അവരുടെ ഉദ്ദേശ ലക്ഷ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്